ഗുരുവോം ശ്രീ ഗുരു ഭാഗവതം 31 ദിവസം സംഭാഷണം ഭാഗം 5. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാരദാ ശാരദാംഭോജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. വേദവാണികളെല്ലാം ശരിയാണെന്നു നമ്മൾ മോദമാർന്നെല്ലാം അംഗീകരിക്കേണ്ടതായില്ല. വ്യാജഗ്രാഹ്യ ബുദ്ധിയോടാകണം മതഗ്രന്ഥം വിജ്ഞാന കുതുകികൾ വായിച്ചു പഠിക്കുവാൻ. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയണം. അതിനായി അന്വേഷണ ബുദ്ധിയുണ്ടാകണം. സാമാന്യ ജനങ്ങൾക്കും തങ്ങൾ തൻ മതഗ്രന്ഥം പ്രാമാണ്യ ഗ്രന്ഥമായി വർത്തിച്ചിടുക വേണം. സമബുദ്ധിയോടെ എല്ലാ മതവും പഠിക്കുകിൽ സമഭാവന വരും ജനങ്ങൾക്കതുമൂലം. മതത്തിൻ സുപ്രധാന തത്വങ്ങളൊന്നും തന്നെ മതമുള്ളവർക്കത്രേ മതഭേദവുമുള്ളൂ. മതലക്ഷ്യവും മതസാരവും ഒന്നാകയാൽ മനുഷ്യർക്കൊരു മതമെന്നു നാം അരുൾ ചെയ്തു. അഭിപ്രായം എന്നുള്ളൊരർത്ഥത്തിൽ മതത്തെ നാം വിവക്ഷിക്കുകിൽ മതം വ്യക്തികൾക്കോരോന്നുണ്ടു. അങ്ങനെ വന്നാൽ ഹിന്ദുവായ രാമനും ഹിന്ദു ധർമ്മവിശ്വാസിയായ കൃഷ്ണനും രണ്ടു മതം കോടാനുകോടി ഹിന്ദു ജനങ്ങൾക്കെല്ലാം അപ്പോൾ കോടാനുകോടി മതമുണ്ടെന്നു വന്നുകൂടും. വാസ്തവം അതുതന്നെയെങ്കിലും സാമാന്യമാം ലക്ഷണം വിശ്വാസത്തിലുള്ളതുമൂലം നമ്മൾ ഹിന്ദുക്കളെന്നു പറയുന്നതുപോലെ തന്നെ ചിന്തിക്കലല്ല മതവർഗവും ഇതുപോലെ. സത്യമോ സനാതനധർമ്മമോ അടിസ്ഥാന തത്വമായി അംഗീകരിച്ചിടുന്നു മതമെല്ലാം. സാഹോദര്യത്തിൽ ഇസ്ലാം മതം എന്നതുപോലെ സ്നേഹത്തിലത്രേ ക്രിസ്തുമതത്തിൽ മുഖ്യസ്ഥാനം. സാഹോദര്യത്തെ സ്നേഹമാശ്രയിച്ചിരിക്കുന്നു. സ്നേഹത്തെ സാഹോദര്യ ബോധവും അതുപോലെ. സൗഭ്രാത്രമാണു ശ്രേഷ്ഠമല്ല സ്നേഹമാം ശ്രേഷ്ഠം. ദുർവാദം ഇതുപോലെ ചെയ്യുകിലർത്ഥവും ശൂന്യം. ഹിംസയിൽ മുഴുകിയ കാലത്തു ബുദ്ധദേവൻ അഹിംസാധർമ്മത്തിനു പ്രാധാന്യമേകി. നാഥൻ സാഹോദര്യത്തിനു പ്രാധാന്യമേകി. നബി സാഹചര്യമാണതിൽ പ്രേരണാശക്തിയെന്നും ജാതിഭേദവും മതഭ്രാന്തുവാണിന്ത്യക്കുള്ള ശാപമായതിൽ നിന്നും മോചനം നേടിയിടണം.
തമ്മിലും മതം തമ്മിലുമുള്ള വൈര്യം തീരുവാൻ സമബുദ്ധിയോടെല്ലാ മതങ്ങളും ഏവരും പഠിച്ചറിഞ്ഞിടണം. സ്നേഹമോടെ ഏവരും വിനിമയം ചെയ്യണമറിവിനെ. മതമത്സരാദികൾ തീരുമെങ്കിലീർഷ മതത്താലല്ല മതം കൊണ്ടെന്നു ബോധ്യം വരും. മതത്തിൽ നിന്നും പരിവർത്തനം ചെയ്തിടുവാൻ മതിയിൽ ജനങ്ങൾക്കുള്ള ആശയമസ്തമിക്കും എന്നത് കേട്ടു സി വി ഗുരുദേവനോടാരാഞ്ഞെങ്കിലും മതപരിവർത്തനം ചെയ്തിടുവാൻ ശ്രമിച്ചിടുന്നു ചിലരെന്നതിൽ സ്വാമിയുടെ അഭിപ്രായത്തെ അറിഞ്ഞിടുവാൻ ആശയുണ്ട്. സകല മത തത്വസാരജ്ഞനായ സ്വാമി സി വിയോടപ്പോൾ അതിനുത്തരം പറഞ്ഞേവം. മതത്തിനാഭ്യന്തരം ബാഹ്യമിങ്ങനെ രണ്ട് വകഭേദങ്ങളുണ്ട്. ഇവയിൽ ബാഹ്യമായ പരിവർത്തനത്തിനാണു ഉത്സാഹമെങ്കിലതൊരു കാലത്തും മതപരിവർത്തനമല്ല പിന്നെയോ സമുദായ പരിവർത്തനമെന്നു തന്നെയാണതിനു പേരെന്നു നാം അറിയണം. ആഭ്യന്തരമായുള്ള പരിവർത്തനം സദാ സംഭവിക്കുന്നു ചിന്താശീലരാം ജനങ്ങളിൽ. അറിവ് വർദ്ധിക്കുമ്പോൾ മതവും മാറുന്നുണ്ട്. തനുപേക്ഷണീയമെന്നല്ലാതെ ഒരുവർക്കും മാറുവാൻ സാധ്യമല്ല. മതത്തെ നിർബന്ധിച്ചു മാറുകിലതു പ്രബോല ലോഭങ്ങൾക്കു കൊണ്ടു തന്നെ. ഏറെ വിശ്വാസമുള്ള മതത്തിലേതൊരാൾക്കും മാറിവാണിടാം. സ്വന്തമിച്ഛയാലെന്നു മാത്രം സ്വന്തമാം മതം തന്നിൽ വിശ്വാസമില്ല എങ്കിൽ പന്തിയല്ലവരതിൽ. പിന്നെ ഇതു ഇരിപ്പതു ഹൈന്ദവ സിദ്ധാന്തത്തിൽ വിശ്വാസിപ്പവർക്ക് തന്നെ ഹൈന്ദവ മതമിതു ദുഷിച്ചെന്നോതിടുന്നു. അതിനാൽ ഹിന്ദുക്കൾക്കു ഹൈന്ദവ മതത്തിനും പൊതുവെ സാരമായ മാറ്റം ആവശ്യം തന്നെ. സത്യത്തിൽ ഹിന്ദു മതമെന്നൊരു മതമില്ല. ഹിന്ദുസ്ഥാൻ നിവാസികളാകിയ ജനങ്ങളെ ഹിന്ദുക്കളെന്നു പരദേശികൾ വിളിക്കുന്നു. ചിന്തിച്ചാൽ ഹിന്ദുക്കൾക്ക് മതങ്ങൾ പലതുണ്ടു. ഹൈന്ദവ മതമെന്നു നമ്മൾ ചൊല്ലുന്നതോർത്താൽ ഹിന്ദുസ്ഥാനത്തു തന്നെ ഉത്ഭവിച്ചുളവായ വിവിധ മതങ്ങൾ തൻ പൊതുപ്പേരാകുന്നതിൽ വിവിധ വിശ്വാസാദി വക ഭേദങ്ങളുണ്ട്. വൈദിക മതം, പൗരാണികം, വൈശേഷികം, ദ്വൈതവും അദ്വൈതവും, സാഖ്യവും ശാക്തേയവും, വൈഷ്ണവം, ശൈവം, അങ്ങനെ എത്രയോ മതങ്ങളെ കോർത്തിണക്കി നാം ഹിന്ദു മതമെന്നോതിടുന്നു. അതുപോലെന്തുണ്ട് മനുഷ്യജാതിക്കാകെ മതിയും ഐശ്വര്യവും ക്ഷേമവും നൽകിയിടുവാൻ ദേശകാലാവസ്ഥയ്ക്കനുയോജ്യമായോരോ ദേശികന്മാരാൽ ഉപദേശിച്ച മതങ്ങളെ ഒന്നായി ഒരേയൊരു ലക്ഷ്യത്തോടൊരു മതമെന്നരുൾ ചെയ്യുന്നതിലെന്താണ് യുക്തിഭംഗം? ക്രൈസ്തവ മതം തന്നെ നോക്കുകിലെവിടെയും ക്രിസ്തുദേവന് മുമ്പ് മോശയും പിന്നുള്ള സെന്റ് പോളിന്റെ ഉപദേശങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ മതം എന്ന പേരിൽ നാം അറിയുന്നു. ദിവ്യനാം ഒരാളുടെ പേരിലായി പല പല ദിവ്യന്മാരുൾ ചെയ്ത ഉപദേശങ്ങളെല്ലാം അടക്കി ഒരു മതമായി ഗണിച്ചിടുന്നതു യുക്തിഭംഗമായി ആർക്കും തോന്നുന്നതില്ലല്ലോ. ഇതുപോലെന്തുകൊണ്ട് ദിവ്യ പണ്ഡിതന്മാരാൽ സ്ഥാപിതമായുള്ള മതങ്ങളെല്ലാം ചേർന്ന് സർവർക്കും ഒരു മതമെന്നരുൾ ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യുന്നത് യുക്തിഭംഗമെന്നാകിൽ ഇങ്ങിത് സംഭവിച്ചു. മതങ്ങൾക്കെല്ലാം തന്നെ ഏകത്വേ നാനാത്വം, നാനാത്വ ഏകത്വവും ഏവരും കാണുന്നുണ്ട്. തങ്ങൾ തൻ മതങ്ങളിൽ ചാതുര്യത്തോടെ ഇത് പറയുന്നവർ മധ്യജാതി തൻ മതം പൊതുവെ തന്നെ എടുത്തതിൽ ഏകത്വേ നാനാത്വവും, നാനാത്വേ ഏകത്വവും എന്തുകൊണ്ടക മധ്യഭാവേന കാണുന്നില്ല? സ്വാമിതൻ സംഭാഷണം ശ്രദ്ധിച്ചു പഠിക്കുകിൽ ആമയഹീനമായൊരു
വസ്തുത വെളിപ്പെടും ആയത് സംഭാഷണം വാദിക്കാൻ ജയിക്കുവാൻ ആകരുതറിയുവാൻ അറിയിക്കുവാനത്രേ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.